ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പോൾ പച്ച വര വന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ആ ഒരു പച്ച വര വന്നത് എന്നറിയണ്ടേ? സപ്പോസ് ഇതാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് വിചാരിക്കുക. ഈ ഡിസ്പ്ലേയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ കണക്ടർ ഉണ്ടാവും. ഇത് ഇങ്ങനെ കുഞ്ഞു വരെയായിട്ട്. ഇനി ഈ ഡിസ്പ്ലേയിൽ എന്താണ് കാണേണ്ടത്, എങ്ങനെയാണ് കാണേണ്ടത് എന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ ഡ്രൈവർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ട്. ഇത് നമ്മുടെ ഡിസ്പ്ലേയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. വെയിലത്ത് പോകുമ്പോഴത്തേക്ക് ബ്രൈറ്റ്നസ് കൂട്ടണം, ഫോൺ ചൂടാകുമ്പോൾ പിന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കണം, ഉപയോഗിക്കാത്ത സമയത്ത് 1 ഹെർട്സിലേക്ക് പോകണം, ഗെയിം കളിക്ക് 120 ഹെർട്സിലേക്ക് പോകണം, ഡിസ്പ്ലേയുടെ കളർ എന്തായിരിക്കണം, ഇതെല്ലാം ഈ ഒരു സാധനമാണ് മാനേജ് ചെയ്യുന്നത്. ഇത് ഒരു മേജർ അപ്ഡേറ്റ് ആണ് എന്ന് വിചാരിക്കുക, സേ ആൻഡ്രോയിഡ് 16. ഈ അപ്ഡേറ്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമല്ല, ഈ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡ്രൈവർ ഐസിക്കും ഒരു ഫേംവെയർ അപ്ഡേറ്റ് വരും. എന്നാൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് തമ്മിലുള്ള കണക്ഷൻ കട്ടാക്കിയിട്ട് വേണം ഇതിന് അപ്ഡേറ്റ് ആവാൻ. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം സ്ക്രീൻ ഓഫ് ആവും, അപ്പോൾ നമ്മുടെ ഫോൺ കേടായി എന്ന് വിചാരിക്കും. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ഡിഫറൻറ്റ് സാധനമുണ്ട്. ഇതാണ് ഒരു ബേസിക് ഡ്രൈവർ. ഈ ബേസിക് ഡ്രൈവർ എന്ത് ചെയ്യും? ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ സെയിം ഡിസ്പ്ലേയിലേക്ക് ബേസിക് ഡ്രൈവർ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ചെറിയ ഭാഗത്തായിട്ട് ഒരു ലോഗോ കാണിക്കും. അതിന്റെ തൊട്ട് താഴെയായിട്ട് എത്ര പ്രോഗ്രസ് ആയി എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. ഈ ബേസിക് ഡ്രൈവറിന് ഇതിന് അത്രയും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഒക്കെ മാറ്റിയിട്ട് 100% ബ്രൈറ്റ്നസ് അങ്ങ് കിടക്കട്ടെ, 120 ഹെർട്സിൽ അങ്ങ് റിഫ്രഷ് ആവട്ടെ, ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ മതി എന്നുള്ള രീതിക്കായിരിക്കും ഇതിനോട് പറയുന്നത്. ഇവനെ പോലെ ഇതിന് ബുദ്ധിയില്ല എന്നുള്ളതുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ഒക്കെ ഇതിന് തോന്നിയതുപോലെ ആയിരിക്കും. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ഈ കുഞ്ഞു കണക്ഷൻസ് എല്ലാം ഓൾറെഡി ചൂടായിട്ടിരിക്കുകയായിരിക്കും. ഇനി നിങ്ങളുടെ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബേസിക് ഡ്രൈവർ അവന്റെ പണി നിർത്തിയിട്ട് നമ്മുടെ ഒറിജിനൽ ഡ്രൈവർ വീണ്ടും റീകണക്ട് ആവും. ഒരു മേജർ അപ്ഡേറ്റ് ആണെന്നുള്ളതുകൊണ്ട് അടിമുടി ഫയലൊക്കെ മാറ്റി എഴുതണം. ആ സമയത്ത് ഒരു പ്രോസസ്സ് നടക്കും. അതാണ് DEX2OT. അഥവാ നിങ്ങൾ ഈ പുതിയ OSന് വേണ്ടിയിട്ട് നിങ്ങളുടെ പഴയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യണ്ടേ? അതാണ് ഒപ്റ്റിമൈസിങ് ആപ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഇത് കാണിക്കുമ്പോൾ ഇതാണ് നടക്കുന്നത്. ഇത് നടക്കുന്ന സമയത്തോ നിങ്ങളുടെ CPU 100%ലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ 100%ൽ CPU വർക്ക് ചെയ്യുമ്പോഴോ നല്ലപോലെ ചൂടാവും. അപ്പോൾ ഓൾറെഡി ഈ ഭാഗം ചൂടായി കിടക്കുന്നുണ്ട്, അതിൻ്റെ മേളിൽ ഈ ചൂടും കൂടെ വരും. അപ്പോൾ ഈ കുഞ്ഞു സാധനങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നമുണ്ട്, അതായത് ഈ മോയ്സ്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ കാരണം ചെറിയ എന്തെങ്കിലും കണക്ഷൻ അത് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ അങ്ങ് അത് ടിം ആകുമ്പോൾ ഇതിങ്ങനെ ടിം എന്ന് പറഞ്ഞൊരു വരും. പൊതുവേ മേജർ അപ്ഡേറ്റ് കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കാറ്. മേജർ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പരിപാടി ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത് കൊണ്ടാണ് ഉപയോഗിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ഈ ടിം എന്ന് പറയുന്ന ലൈൻ വരുന്നത്. സോ മോയ്സ്ചറും ഹ്യൂമിഡിറ്റിയും ഒന്നും കൊള്ളിക്കാണ്ട് ഫോൺ ഉപയോഗിച്ച് ചൂടാവാണ്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ രക്ഷപ്പെടും. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.